വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയായ പിഞ്ചോമനയെ പീഡനത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ടിട്ട് 3 വർഷം പിന്നിട്ടു. ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതോടെ കേസിൽ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്ത കുറ്റാരോപിതനായ അയൽവാസിയായ അർജുനെ കട്ടപ്പന കോടതി വെറുതെ വിടുകയായിരുന്നു. കോടതി വിധിയെ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രക്ഷോഭങ്ങൾക്ക് വണ്ടിപ്പെരിയാർ മണ്ണസാക്ഷ്യം വഹിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഈ പ്രക്ഷോഭങ്ങൾക്ക് ആയുസ്സുണ്ടായുള്ളൂ. കേസിൽ പുതിയ പ്രോസിക്യൂഷനെ നിയമിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന സർക്കാർ വാഗ്ദാനവും പാഴ്വാക്കായി. നീതിദേവത തനിക്കുമേൽ കണ്ണടച്ച് നീതി ലഭിക്കാതാകുമ്പോൾ ലോകത്തിന്റെ കാപട്യങ്ങൾ തിരിച്ചറിയാതെ ആ പിഞ്ചോമന ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. 2021 ജൂൺ 30 ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം എസ്റ്റേറ്റ് ലയത്തിലെ മുറിക്കുള്ളിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യം കളിക്കുന്നിടയിൽ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചതാണെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ പീഡന വിവരം കണ്ടെത്തിയതോടെയാണ് ബലാത്സംഗം, കൊലപാതക കുറ്റം ചുമത്തിയത്. പിഞ്ചുബാലിക ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് 3 വർഷങ്ങൾ പിന്നിടുകയാണ്. കേസിൽ തക്കതായ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന കാരണത്താൽ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്ത കുറ്റാരോപിതനായ അർജുൻ എന്നയാളെ കട്ടപ്പന കോടതി വെറുതെ വിടുകയായിരുന്നു. ഇതിനുശേഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ വലിയ പ്രക്ഷോഭ സമരങ്ങൾക്കാണ് വണ്ടിപ്പെരിയാർ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഈ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് കാലം വരെ മാത്രമേ ആയുസ്സുണ്ടായുള്ളൂ. കേസിൽ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതോടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോസിക്യൂഷനെ നിയമിക്കുമെന്ന സർക്കാർ വാഗ്ദാനവും പാഴ്വാക്കായി മാറിയതോടെ തങ്ങളുടെ പൊന്നോമനയുടെ 3ാം ചരമവാർഷികത്തിലും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന പ്രാർത്ഥനയിൽ പിഞ്ചോമനയുടെ കല്ലറയിൽ തിരി തെളിയിച്ചു മാതാപിതാക്കൾ. உனக்கு என்ன அலங்காரம் வச்சிருக்கு ராசாத்துக்கிளியே. കൊലപാതകം നടന്നതിന് പിന്നാലെ ജൂലൈ 4 അയൽവാസിയായ അർജുനെ പോലീസ് പിടികൂടി. 78 ദിവസത്തിനു ശേഷം കുറ്റപത്രം സമർപ്പിച്ച അന്നത്തെ വണ്ടിപ്പെരിയാർ CI TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. പിന്നീട് കോടതിയിൽ പ്രോസിക്യൂഷന് ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ കുറ്റാരോപിതനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വന്നപ്പോഴും സമൂഹ മനസാക്ഷിക്ക് ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു. ഇയാൾ അല്ലെങ്കിൽ മറ്റാരാണ് ആ പിഞ്ചുബാല്യത്തെ ഞെരിച്ചുടച്ചതെന്ന് കണ്ടെത്തുകയോ അല്ലാത്ത പക്ഷം മതിയായ തെളിവുകൾ നൽകണമെന്ന കൂടിയുള്ള നിർദ്ദേശം കൂടി നീതിപീഠത്തിന് നൽകാമായിരുന്നു. ഈ ലോക കാപട്യങ്ങളുടെ മുഖം തിരിച്ചറിയാതെ ആ പിഞ്ചുബാല്യം ഒരു ക്രൂര കൊലപാതകത്തിന്റെ അവശേഷിക്കുന്ന സാക്ഷിയായി ഇവിടെ അന്തിയുറങ്ങുകയാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിൽ.